തൃപ്പൂണിത്തറയിലെ 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് എന്നോടൊപ്പം ചേരുന്നത്. അഞ്ജലി നായരെ പ്രേക്ഷകർക്കും വോട്ടർമാർക്കുമൊക്കെ സുപരിചിതയായിട്ടുള്ള നമ്മുടെ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചേച്ചി പുതിയൊരു മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ ആകാംക്ഷയുണ്ട്, അതിനേറെ ടെൻഷനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മളൊരു പുതിയ മേഖലയിൽ വന്നിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെ കണ്ടുവരികയാണ്, മനസ്സിലാക്കി വരികയാണ്. പിന്നെ രാവിലെ തന്നെ നമ്മളൊരു ഗണപതി ഹോമത്തിൽ തുടങ്ങി നമ്മൾ പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇവിടെയുള്ള മുഖ്യധാരയിലുള്ള ഓരോ ലീഡേഴ്സിനെയും ഓരോ സംഘത്തിലെ ഓരോ വ്യക്തിത്വങ്ങളെയും കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ നിന്നും ബ്ലെസ്സിങ്സിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ ഒരു റാലി ഉണ്ട്. അപ്പോൾ സാബു സാറിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഉണ്ടാവും എന്ന് അറിയിച്ചു. അത് സന്തോഷം, വീണ്ടും സന്തോഷം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ടും പിൻബലവും കാണുമ്പം ഉറപ്പായിട്ടും ടെൻഷൻസിനൊക്കെ റിസൾട്ട് ഒരു ഹാപ്പിനെസ് ആകുമെന്ന് വിശ്വസിക്കുന്നു. 2020 സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കാണികൾക്ക് വളരെ ആകാംക്ഷയുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ഒരു താരപ്പൊലിമയുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ തൃപ്പൂണിത്തറയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒരു കേരളത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സെലിബ്രിറ്റി ആയിട്ടുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാകും. ചരിത്രവും അങ്ങനെയാണ്, വളരെ കുറച്ച് പേര് മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ശോഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൃപ്പൂണിത്തറയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറക്കാരോട് എന്താണ് പറയാനുള്ളത്? തൃപ്പൂണിത്തറ എൻ്റെ മണ്ണാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ്. തൃപ്പൂണിത്തറയാണ് ഞാൻ പഠിച്ചത്, NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ തൃപ്പൂണിത്തറ എനിക്കും പരിചിതമാണ്, എന്നെയും പരിചിതമാണ്. അതുകൊണ്ട് തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടിയിട്ട് ആ മണ്ഡലം എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ വിശ്വസിക്കും, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് ഞാൻ ഉണ്ടാവും. എന്നൊരു സിനിമാക്കാരിയായിട്ട് കാണരുത് എന്നുള്ളതാണ് എനിക്ക് തൃപ്പൂണിത്തറക്കാരോട് പറയാനുള്ള, എൻ്റെ നാട്ടുകാരോട് പറയാനുള്ളൊരു അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വലിയ കുത്തകയാണ് തൃപ്പൂണിത്തറ മണ്ഡലം. വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചു വന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 2020 പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണോ? അത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളനുസരിച്ചിരിക്കും. നമ്മളുടെ വാക്കുകളും നമ്മൾ അവർക്ക് എത്രത്തോളം അവരോടൊപ്പം നമ്മളുണ്ട് എന്നുള്ളത് അവർക്ക് വിശ്വാസമാകണം. അതിനെല്ലാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 20ഓളം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എത്രത്തോളം പേരെ കാണാൻ പറ്റുമോ, എത്രത്തോളം പേർക്ക് എന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ, അതിനുള്ളൊരു അവസരമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ബാക്കിയൊക്കെ വരുന്നത് പോലെ, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലല്ലേ. അതെല്ലാം എല്ലാവരുടെയും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രവണത. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിന് ജനങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവർ നേരായ തീരുമാനം എടുക്കട്ടെ. ഒപ്പം ഒരുപാട് സഹപ്രവർത്തകർ ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. അവരെയൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് ഈ സിനിമാ മേഖലയിൽ നിന്ന് പോലും രാഷ്ട്രീയം ആർക്കും ആവാം. ഒരു സിനിമാക്കാരായതുകൊണ്ട് മാത്രം വരരുത്, വന്നുകൂടാ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ സിനിമയിൽ സൈഡായി പോവോ എന്നുള്ളൊരു പേടി പണ്ട് മുതലേ അങ്ങനെ ഉണ്ട്, ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ മേഖലയിൽ നിന്നും എല്ലാവർക്കും നല്ല നല്ല വെൽക്കമിങ് ആണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പാർട്ടി എന്നെ വിളിച്ചതും ക്ഷണിച്ചതും ഒക്കെ. പിന്നീട് ഞങ്ങളുടെ ഊഴമായിരുന്നു അത് വരണോ വേണ്ടയോ എന്നുള്ളത് അറിയാനും ചിന്തിക്കാനും. മക്കളൊക്കെ ചെറുതായതുകൊണ്ട്, പക്ഷേ കുടുംബവും ഫുൾ സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ട്, മക്കളും സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിങ്ങ് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഇന്നലെ തന്നെ ദിലീപേട്ടനൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ആശംസകൾ അറിയിച്ചു. അതേപോലെ മേജർ രവി സാറോട് സംസാരിച്ചു. പിന്നെ ലക്ഷ്മി ചേച്ചീനെയും വീണ ചേച്ചീനെയൊക്കെ ഇന്നലെ കണ്ടു. അങ്ങനെ എല്ലാവരും വളരെ കണക്റ്റഡ് ആണ്. എല്ലാവർക്കും ഒരു നെക്സ്റ്റ് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും നെക്സ്റ്റ് ഡോർ ഗേൾ എന്നുള്ളൊരു ഫീൽ എല്ലാവരും തന്നിട്ടുണ്ട് ഈ 18 വർഷമായിട്ട്. അത് രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി മണ്ഡലത്തിൽ സജീവമാകുകയാണ് അഞ്ജലി നായർ. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.